ട്രിവാൻഡ്രത്ത് 4 ബെഡ്റൂമുള്ള ഒരു ബ്യൂട്ടിഫുൾ വീട് നിങ്ങൾക്ക് വാങ്ങിക്കാനാണ് ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട് വന്നിട്ട് 4 ബെഡ്റൂമാണുള്ളത്. നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു 30 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് തിരുമലയ്ക്ക് സമീപമുള്ള വെഴവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിന് 4 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ 5,250 സെൻറ്റിൽ 2,100 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് എക്സ്റ്റീരിയർ ലുക്ക് വരുന്നത്. ഫ്രണ്ടിൽ നിന്ന് സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 2 ബെഡ്റൂമും കൂടെ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലോട്ട് ഉള്ള കാഴ്ച കാണാം. നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് ഇവിടെ ഫ്രണ്ടിൽ 2 ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 3 കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള നല്ല വിശാലമായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടോ വീടിൻ്റെ ഫ്രണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ചെയ്ത് എല്ലാ ഭാഗത്തും ഇൻ്റർലോക്ക് ചെയ്ത് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. പിന്നെ നമുക്ക് ഈ വീടിന് പൈപ്പും കൂടാതെ കിണറും ഉണ്ട്. നമുക്ക് കിണർ ഈ ഭാഗത്താണ് വരുന്നത്. പിന്നെ നമുക്ക് കയറി വരുന്ന ഈ ഭാഗത്ത് ചെറിയ ഗാർഡൻ സംഭവമൊക്കെ ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ടുള്ള കാഴ്ചയൊക്കെ കയറി കാണാം. അപ്പോൾ ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് 6x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന സിറ്റ് ഔട്ട് വരുന്നത്. നല്ല വിശാലമായിട്ടുള്ള സ്പേസ് നമുക്കിവിടെ സിറ്റ് ഔട്ടുണ്ട്. നമുക്കൊരു 3-4 ചെയർ വരെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള നല്ലൊരു സ്പേസ് കണ്ടോ നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ ഈ കാണുന്ന ഫ്രണ്ട് ഡോറ് പ്ലാവിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നല്ല ഡിസൈനൊക്കെ കൊടുത്ത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പ്ലാവിലാണ് നമുക്ക് ഈ ഒരു ഡോറ് മൊത്തത്തിൽ വരുന്നത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ നമുക്ക് ഡൈനിങ് ഏരിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല വൈഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഹോൾ വരുന്നത് 18x12 ഡയമെൻഷനിലാണ് ഈ കാണുന്ന ലിവിങ് ഏരിയ വരുന്നത്. മുകളിലുണ്ട് നമുക്ക് സ്പോട്ട് ലൈറ്റും പ്രൊഫഷണൽ ലൈറ്റിങ്ങും സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് നമുക്കിവിടെ മുകളിൽ സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്കൊരു TV യൂണിറ്റ് വരുന്നുണ്ട് കണ്ടോ. താഴെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ TV യൂണിറ്റ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയ കാണാം. നമുക്ക് ഈ ഭാഗത്താണ് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ 16x14 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ഡൈനിങ് ഏരിയ വരുന്നത്. ഇത് ഇവിടെ ആയിട്ട് നമുക്കൊരു വാഷിംഗ് ഏരിയ ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. മിറർ ലൈറ്റിങ് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഇതിവിടെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. താഴെയാണ് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. പിന്നെ നമുക്കിവിടെ ആയിട്ട് ഒരു ഓപ്പൺ കിച്ചൺ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പാർട്ടീഷനായിട്ട് സംഭവം ചെയ്ത് നമുക്കിവിടെ ഡെക്കോർ ഐറ്റമൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള നല്ലൊരു ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി കിച്ചൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ ഈ കാണുന്ന കിച്ചൺ 12x10 ഡയമെൻഷനിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കണ്ടോ. അപ്പോൾ നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് കിച്ചണിൽ നിറയെ ഒന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് മൾട്ടിവുഡിൽ ലാമിനേറ്റ് ചെയ്ത ഇതാണ് നമുക്ക് വരുന്നത്. ബോർഡ് വർക്കാണ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത് കണ്ടോ. ഫുള്ള് ബോർഡ് വർക്കാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു ഇലക്ട്രിക് ചിമ്മിനി ഈ ഭാഗത്ത് വരുന്നുണ്ട് കണ്ടോ. പിന്നെ വാഷിംഗ് യൂണിറ്റ് ഈ ഭാഗത്താണ് വാഷിംഗ് യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ തൊട്ടിപ്പുറത്താണ് വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത് കണ്ടോ. ഇവിടെ ആയിട്ടൊരു വർക്ക് ഏരിയ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വീടിന് 2 ബെഡ്റൂമാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ഒരു ബെഡ്റൂം നമുക്ക് ഈ കിച്ചൻ്റെ ഈ സൈഡിലും ഒരു ബെഡ്റൂം നമുക്ക് ഇപ്പുറത്ത് ഈ ഭാഗത്താണ് വരുന്നത്. ആദ്യം നമുക്ക് ഇവിടുത്തെ ഒരു ബെഡ്റൂം കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂം 12x14 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സ്പോട്ട് ലൈറ്റൊക്കെയാണ് നമുക്ക് ഇവിടെ മുകളിൽ സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ഇവിടെ ആയിട്ട് ഒരു വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ സൈഡിലായിട്ടൊരു മിറർ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇത് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. PVC ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടെയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഇവിടെ ആയിട്ടൊരു മിററും സിങ്ക് കഥ വരുന്നുണ്ട്. നമുക്കപ്പോൾ രണ്ടാമതൊരു ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം വരുന്നത് നമുക്ക് 12x14 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മുകളിൽ നമുക്കിവിടെ സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങൊക്കെയാണ് നമുക്കിവിടെ സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത് കണ്ടോ. അതിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു വലിയ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഡോർ ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. 2 വലിയ ഡോറും ബാക്കി നമുക്കിവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു മിററും നമുക്കിവിടെ വരുന്നുണ്ട്.
പിന്നെ നമുക്കിവിടെ PVC ഡോറാണ് നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. അപ്പം ഇവിടെ ഡോറിൻ്റെ ഈ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഉള്ളിലോട്ടുള്ള കാഴ്ച കൂടെ കാണാം. അപ്പോൾ നമുക്കിവിടെ തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ സൈഡിലായിട്ട് ഒരു ലീഫിൻ്റെ പാറ്റേണാണ് നമുക്കിവിടെ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ ആയിട്ട് നമുക്കൊരു മിററും താഴെ ഒരു സിങ്ക് ഈ ഭാഗത്ത് വരുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചയാണ് കാണേണ്ടത്. അവിടെയാണ് ഇനി ബാക്കി നമുക്ക് 2 ബെഡ്റൂം വരുന്നത്, ഒരു ഹോളും ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കയറിയാണ് നമുക്ക് ഇനി മുകളിലോട്ട് പോകുന്നത്. സൈഡിൽ സ്റ്റീല് ഹാൻഡിൽസ് ആണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. നമുക്കിവിടെ മുകളിൽ എത്തുമ്പോഴത്തേക്ക് ഒരു വലിയൊരു ലിവിങ് ഏരിയ ഈ ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല വൈഡായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ മുകളിലുള്ളത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തും ഒരു TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റൊക്കെയാണ് മുകളിൽ സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ സെയിം നമ്മൾ താഴെ കണ്ട പോലെ 2 ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഒരു ബെഡ്റൂം ഈ ഭാഗത്തും ഒരു ബെഡ്റൂം നമുക്ക് ഇപ്പുറത്ത് ഈ ഭാഗത്തുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ നോക്കാം. അപ്പോൾ 12x14 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്കൊരു വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഒരു മിററൊക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബാണ്. അപ്പോൾ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമിന് PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കാഴ്ച കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സൈഡിലത്തെ മോഡലുണ്ട്, ഈ ഒരു പാറ്റേണിലുള്ള ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു മിറർ സിങ്ക് ഈ ഭാഗത്ത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമുക്ക് അടുത്തൊരു ബെഡ്റൂമും കൂടെ വരുന്നത്. ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷനിൽ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. കണ്ടോ? ഇവിടെ നമുക്കൊരു 2 ഡോറിൻ്റെ ഡൈന് ഒരു വാർഡ്രോബ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. PVC ഡോർ തന്നെയാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്ക് ടൈലും ബാക്കി എല്ലാ ബ്രാൻഡഡ് ഫിറ്റിങ്സും തന്നെ നമുക്ക് ഇവിടെയും യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണി നോക്കാം. നമുക്ക് ഈ ഭാഗത്താണ് ബാൽക്കണി വരുന്നത്. കണ്ടോ? ഇതാണ് നല്ല വൈഡായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണി വരുന്നത്. ഈ ഒരു ബാൽക്കണി നമുക്ക് 6x12 ഡയമെൻഷൻ തന്നെയുള്ള ഒരു ബാൽക്കണിയാണ്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റൊക്കെയാണ് നമുക്കിവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയിൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് തന്നെ നമുക്ക് വേറെ ഒരു ഓപ്പൺ ടെറസും ഈ ഭാഗത്ത് വരുന്നുണ്ട്. കണ്ടോ? ഈ ഭാഗത്ത് നമുക്കൊരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. കണ്ടോ? ഇവിടെ മുകളിൽ സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിൽ പോകാനുള്ള സ്പേസ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള സ്പോട്ട് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് 78 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഹോം ലോണാണ് നിങ്ങൾ വീട് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ട്രിവാൻഡ്രത്ത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് വരിക. അപ്പോൾ ഇതുപോലത്തെയുള്ള പുതിയൊരു വീഡിയോയിലെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.